ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ NCERT-ക്കകത്ത് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന മേഖലയിൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിൽ ആർജിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് എന്തെന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇതൊരിക്കലും ഒരു പാരമ്പര്യ രോഗമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ ഉൾപ്പെടുന്നതാണ്, രോഗപ്രതിരോധ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് എന്നതും എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. 1981 എയ്ഡ്സ് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്നത്. കഴിഞ്ഞ 25ഓളം വർഷം കൊണ്ട് ലോകത്തിന്റെ ഏകദേശം 25 ദശലക്ഷം ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രോഗം കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നൊരു പോയിന്റും അവിടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ എയ്ഡ്സിന് മൂന്നാമത് പറയുന്ന പോയിന്റ് ഇതാണ്. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേര് ചോദിച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV എന്ന് പറയുന്ന വൈറസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV ആണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് എന്ന് പറയുന്നത്. ജനിതക വസ്തുവായ RNA-യെ ആവരണം ചെയ്ത് പൊതിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം വൈറസുകളെ നമുക്ക് റിട്രോ വൈറസുകൾ എന്ന് വിളിക്കാം. അപ്പോൾ RNA-യിൽ ഒരു ആവരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന വൈറസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് HIV. അതായത് HIV ഒരു റിട്രോ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. റിട്രോ വൈറസ് എന്തെന്ന് ചോദിച്ചാൽ RNA-യെ ഒരു പ്രോട്ടീൻ ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിട്രോ വൈറസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത് HIV അണുബാധ സാധാരണമായിട്ട് പകരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ HIV അണുബാധ സാധാരണമായിട്ട് പകരുന്നത് നമുക്ക് പറയാം രോഗാണുബാധിതനായ ഒരു വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ HIV പകരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് അടുത്ത് പറയാവുന്ന പോയിന്റ് എന്ന് പറയുന്നത് രോഗബാധിതരുടെ രക്തത്തിലോ അല്ലെങ്കിൽ രക്തത്തിന്റെ ഉൽപ്പന്നങ്ങളുടെയോ നിവേശനം വഴി രക്തം ദാനം ചെയ്യുക പോലുള്ള സംഭവങ്ങൾ വഴി വരാം. അതുപോലെ മയക്കുമരുന്ന് സിരയിലേക്ക് കുത്തിവെക്കുന്നവർ പങ്കുവെക്കുന്ന രോഗാണുബാധിതമായ സൂചികൾ, അതായത് രോഗമുള്ള ഒരാള് ഇവര് ഡ്രഗ്സ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കൂടെ ഉണ്ടെങ്കിൽ അയാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാം, സൂചിയിലൂടെ ഇത് പകരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, രോഗബാധിതയായ അമ്മയിൽ നിന്നും പ്ലാസന്റ് വഴി അവരുടെ കുഞ്ഞിലേക്കും എന്ത് പകരാം, HIV രോഗബാധ പകരാം എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു NCERT ബുക്കിനകത്തുള്ള പോയിന്റുകൾ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. രോഗാണുബാധിതനായ വ്യക്തിയുടെ ലൈംഗിക ബന്ധം വഴി വരാം, രക്തം കൊടുക്കുന്നത് വഴി വരാം, മയക്കുമരുന്ന് കുത്തിവെക്കുന്നത് വഴി വരാം, അതുപോലെ രോഗാണുബാധിതയായ അമ്മയിൽ നിന്നും പ്ലാസന്റ് വഴി അതും എന്ത് ചെയ്യാം, കുഞ്ഞിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പകരാവുന്നതാണ് എന്നൊരു പോയിന്റ് കൂടെ അവിടെ ഓർത്തു വെച്ചേക്കുക. ഈ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റുകളിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഒന്നിലധികം ലൈംഗിക പങ്കാളിയുള്ള ഒരു വ്യക്തിയിൽ രോഗാണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരിൽ രോഗാണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി രക്തനിവേശനം ആവശ്യമുള്ള വ്യക്തികളിൽ ഈ രോഗാണുബാധ ഉണ്ടാവാം. HIV ബാധിതയായ അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഒരുപക്ഷെ രോഗാണുബാധ ഉണ്ടാവാം എന്നത് ഓർത്തു വെച്ചു. അപ്പൊ HIV ബാധ സാധ്യത കൂടുതൽ ഈ പറയുന്ന 4 വിഭാഗങ്ങൾക്കാണ് എന്നതും ഓർത്തു വെച്ചേക്കുക. HIV, എയ്ഡ്സ് എന്നിവ വെറും സ്പർശനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സമ്പർക്കത്തിലൂടെയോ ഒരിക്കലും ഇത് പകരില്ല. ശരീര ദ്രവങ്ങളിലൂടെ മാത്രം പകരുന്നതാണ് ഈ HIV എന്ന് പറയുന്നത്. HIV രോഗാണുബാധിതരെ നമുക്കൊരിക്കലും കുടുംബത്തിൽ നിന്നോ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിന്നോ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നത് അവരെ ശാരീരികമായും മാനസികമായും അവരെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊരു ആരോഗ്യം കിട്ടാനായിട്ട് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ HIV ബാധിതൻ എന്നതുകൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത് എന്നാണ് നമ്മളിവിടെ പറയുന്ന പോയിന്റ്. ഇനി അണുബാധയുടെയോ അതിനെ തുടർന്ന് എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നതിനും ഇടയ്ക്കുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് 5 മുതൽ 10 വർഷം വരെയാണ്. അതായത് ഒരാളുടെ ശരീരത്തിലേക്ക് അണുബാധ കടർന്ന് എന്നാൽ ആ അണുബാധ കടന്നതിന് ശേഷം ശരീരത്തിൽ അതിന്റെ ലക്ഷണം പ്രകടമാകുന്ന സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ 5 മുതൽ 10 വർഷം വരെ ആകാം എന്നാണ് ഇവിടെ ഈ സ്ലൈഡിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി
നമുക്ക് എയ്ഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ മേഖല നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ ശരീരത്തിൽ HIV പ്രവേശിച്ചതിന് ശേഷം, ഒരാളുടെ ശരീരത്തിൽ HIV എത്തിയതിനു ശേഷം ഈ വൈറസ് നമ്മുടെ ശരീരത്തിലുള്ള മാക്രോഫേജ് കോശങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ചില പ്രത്യേക കോശങ്ങളാണ് മാക്രോഫേജ്. ഈ പറയുന്ന വൈറസുകൾ മാക്രോഫേജിലേക്ക് പ്രവേശിക്കും. അവിടെ വെച്ച് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന ഒരു എൻസൈമിന്റെ സഹായത്താൽ വൈറസിന്റെ RNA ജീനോം ഇരട്ടിച്ചിട്ട് അത് വൈറൽ DNA ആയി മാറുന്നു. അതായത് നമ്മൾ പറഞ്ഞു HIV എന്ന് പറയുന്ന ഒരു RNA വൈറസ് ആണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നു, എന്നിട്ട് ഇത് മാക്രോഫേജ് കോശത്തിൽ പ്രവേശിക്കുന്നു. അവിടെ വെച്ച് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, പേര് പഠിച്ചു വെച്ച ഒരു എൻസൈമിന്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. ഈ എൻസൈമിന്റെ സഹായത്തോടു കൂടി ഈ RNA ജീനോം എന്ന് പറയുന്ന ഇരട്ടിച്ച് വൈറൽ DNA ആയി മാറുന്നു. അപ്പൊ ഇതിവിടെ ഇപ്പൊ എന്തായി? വൈറൽ DNA ആയിട്ട് മാറി. ഇനി ഈ വൈറൽ DNA നമ്മുടെ ആതിഥേയ കോശത്തിന്റെ DNAയുമായി ചേർന്ന് വൈറൽ കണങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അതായത് മാക്രോഫേജ് കോശത്തിനകത്ത് എത്തിയ RNA വൈറസ് DNA വൈറസ് ആയിട്ട് മാറുകയും ആ DNA എന്ന് പറയുന്നത് ഈ ഏതാണോ ആതിഥേയ കോശം, എവിടെയാണോ ഏത് കോശത്തിലാണോ ഇരിക്കുന്നത്, ആ കോശത്തിന്റെ DNAയുമായി ചേർന്നിട്ട് വൈറൽ കണങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതായത് മാക്രോഫേജുകൾ വൈറസിന്റെ ഉൽപാദനം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ മാക്രോഫേജുകൾ വൈറസ് ഉൽപാദനം തുടർന്ന് അങ്ങനെ അവ അവിടെ ഒരു HIV നിർമ്മാണശാലയായി പ്രവർത്തിക്കും. കേട്ടോ, ഒരു HIV കോശം നമ്മുടെ ശരീരത്തിനകത്ത് കയറിയതിനു ശേഷം മാക്രോഫേജ് കോശത്തിനകത്ത് കയറി, എന്നിട്ട് അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്താൽ RNA ജീനോം അത് DNA ആയിട്ട് മാറി, വൈറൽ DNA ആയിട്ട് മാറുന്നു. ഈ വൈറൽ DNA ആതിഥേയ കോശത്തിന്റെ DNAയുമായി ചേർന്നിട്ട് അവിടെ എന്തിനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു? അടുത്ത വൈറസുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മാക്രോഫേജുകൾ വൈറസിന്റെ ഉൽപാദനത്തെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് HIV നിർമ്മാണശാലയായിട്ട് ആരെ പറയാം? മാക്രോഫേജുകളെ പറയാം. ഓർത്തു വയ്ക്കണേ ആ പോയിന്റ്. ഇനി ഇതേ സമയം തന്നെ നമ്മുടെ ഈ HIV സഹായക T ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ഹെൽപ്പർ T ലിംഫോസൈറ്റ് എന്ന് പറയും. T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലിംഫോസൈറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. T ലിംഫോസൈറ്റും ഉണ്ട്, B ലിംഫോസൈറ്റും ഉണ്ട്. ഈ T ലിംഫോസൈറ്റിലെ സഹായക T ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു T ലിംഫോസൈറ്റിലേക്ക് HIV ബാധിക്കുന്നു അല്ലെങ്കിൽ HIV പ്രവേശിക്കുന്നു. എന്നിട്ട് ഇരട്ടിച്ചിട്ട് പുതിയ വൈറസ് കണങ്ങളെ അവരവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ സഹായക ആദ്യം മാക്രോഫേജ് കയറുന്നു, അവിടെ നിന്ന് പുതിയ വൈറസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ പുതിയ വൈറസുകൾ പുറത്തിറങ്ങിയിട്ട് അവർ T ലിംഫോസൈറ്റുകൾ പ്രവേശിക്കുന്നു. എന്നിട്ട് T ലിംഫോസൈറ്റുകൾ അവർ ഇരട്ടിച്ച് പുതിയ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? വൈറസ് കണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രക്തത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്ന ഈ വൈറസ് കണങ്ങൾ മറ്റുള്ള സഹായക T ലിംഫോസൈറ്റുകളെ ആക്രമിച്ച് രോഗാണുബാധിതരായ വ്യക്തിയുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റുകളുടെ എണ്ണത്തെ ക്രമാതീതമായിട്ട് കുറയ്ക്കും. അപ്പൊ ആദ്യത്തെ നെഗറ്റീവ് സംഭവിക്കുന്നത് ഇവിടെയാണ്. എന്താണ്? T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും അങ്ങനെ ശരീരത്തിൽ T ലിംഫോസൈറ്റുകൾ ക്രമാതീതമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ഈ കാലയളവിൽ രോഗാണുബാധിതനായ ഒരു വ്യക്തിയില് ഭാരക്കുറവുണ്ടാവുന്നു, പനി സംഭവിക്കുന്നു, അതിസാരം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നു. ഭാരക്കുറവ്, പനി, അതിസാരം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നു. HIV രോഗിയുടെ ശരീരത്തിലെ ഹെൽപ്പർ T ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുന്നത് മൂലം സാധാരണ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് തരണം ചെയ്യാൻ കഴിയുന്ന പല അസുഖങ്ങളെയും തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു എന്നതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ T ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുന്നു. T ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുന്നതിനുള്ള ദോഷം എന്താണ്? സാധാരണ ഒരു വ്യക്തിക്ക് ഒരു മൈക്കോബാക്ടീരിയം പോലുള്ള മൈക്കോബാക്ടീരിയം ലെപ്രസി, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതായത് TBയോ ക്ഷയമോ TB അല്ലെങ്കിൽ ക്ഷയം അല്ലെങ്കിൽ കുഷ്ഠം പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ HIV ബാധിച്ച വ്യക്തികളിൽ ഇത് നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നെത്തുന്നു. അതാണ് അവിടെ എടുത്തു പറയുന്നത്. സാധാരണ ഒരു അവസ്ഥയിൽ തരണം ചെയ്യാൻ കഴിയുമായിരുന്ന മൈക്കോബാക്ടീരിയം പോലുള്ള ബാക്ടീരിയ, അതുപോലെ വൈറസുകള്, അതുപോലെ ഫംഗസുകള്, അതുപോലെ ചില പരാതങ്ങളായ ടോക്സോപ്ലാസ്മ എന്നിവയുടെ പെരുകൽ അല്ലെങ്കിൽ എന്നീ അസുഖങ്ങളെ എന്ത് ചെയ്യാൻ കഴിയില്ല, ചേർത്ത് നിൽക്കാൻ കഴിയാതെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ക്ഷയം വരുന്നതിനേക്കാളും വളരെ അപകടകരമായി മാറും ഒരു ഒരു HIV വന്ന വ്യക്തിക്ക് ഈ പറയുന്ന അസുഖങ്ങൾ എന്ത് ചെയ്യാൻ ശരീരത്തിൽ നിലനിൽക്കില്ല. പെട്ടെന്ന് അത് ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നു.
HIV ബാധിക്കുന്ന ആൾക്കാർ മരണപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം മറ്റു പല അസുഖങ്ങളുമായിരിക്കും എന്നതാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പിക്കിൽ നിങ്ങൾക്ക് കാണാം ഒരു റിട്രോ വൈറസ്. റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ അത് വൈറൽ RNA ആണ്. ഇത് സാധാരണമായിട്ടുള്ള ഒരു കോശത്തിലേക്ക് കടക്കുന്നു. സാധാരണ കോശത്തിൽ കടന്നതിന് ശേഷം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്താൽ അത് DNA ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ DNA ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് ഈ വൈറൽ DNA ആതിഥേയ കോശത്തിലെ DNA ചേരുന്നു. ഇങ്ങനെ അണുബാധിതമായിട്ടുള്ള ആ കോശം, അതായത് മാക്രോഫേജ് കോശം പുതിയ വൈറൽ RNA ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ആ പുതിയ വൈറൽ RNA നിന്നും പുതിയ വൈറസുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പുതിയ വൈറസുകൾ ആ ശരീരത്തിന്റെ പുറത്തേക്ക് എത്തുന്നു. എന്നിട്ട് മറ്റു കോശങ്ങളിലേക്ക് അത് കടക്കുന്നു. അവിടെ താഴെ ഒരു പോയിന്റ് എടുത്തു പറയുന്നുണ്ട്, വൈറസുകൾ ഇരട്ടിച്ച് മുക്തമാകുമ്പോഴും അണുബാധ കോശം നിലനിൽക്കുന്നു എന്നൊരു പോയിന്റ് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. വൈറസുകൾ ഇരട്ടിച്ച് മുക്തമാകുമ്പോഴും അവിടെ അണുബാധ കോശങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നിലനിൽക്കപ്പെടുന്നുണ്ട് എന്ന പോയിന്റ് മറക്കരുത്, ശ്രദ്ധിക്കുക. അതായത് മാക്രോഫേജുകൾക്കകത്ത് കയറി അവിടെ നിന്നും പുതിയ പുതിയ വൈറസുകൾ ഇരട്ടിക്കുന്നു. എന്നിട്ട് ആ വൈറസുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അണുബാധിത കോശം നിലനിൽക്കുകയും അതൊരു ഫാക്ടറി ആയിട്ട് നിലനിന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നോക്കടാ, ഈ അണുബാധയിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ രോഗിക്ക് പ്രതിരോധശേഷി കുറയുന്നു. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് ആസേ അല്ലെങ്കിൽ എലേസ എന്ന് പറയുന്ന ഒരു പരിശോധനയിലൂടെയാണ് നമുക്ക് എയ്ഡ്സ് രോഗത്തെ വ്യാപകമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നത്, കണ്ടെത്താൻ, അല്ലെങ്കിൽ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു HIV ആണ്, അല്ലെങ്കിൽ ഇതൊരു എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖമാണെന്ന് കൺഫേം ആക്കുന്നത്. നോക്കടാ, ആന്റി റിട്രോ വൈറൽ എന്ന് പറയുന്ന ഒരു പ്രത്യൗഷധം ഉപയോഗിച്ച് എയ്ഡ്സിന്റെ ചികിത്സ നമുക്ക് എന്ത് ചെയ്യാം, ഭാഗികമായിട്ട്, അതായത് ഇത്രയേ ഉള്ളൂ, രോഗിയുടെ ആയുസ്സിനെ കൂട്ടിക്കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഇരട്ടിക്കുന്നതിന്റെ വേഗതയെ കുറയ്ക്കുക എന്നതാണ് ആന്റി റിട്രോ വൈറൽ എന്ന ഔഷധം കൊണ്ട് എന്ത് ചെയ്യുന്നത്, കഴിയുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ നോട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടാം. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.